നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ കുറേ ദിവസമായി അൺബോക്സിങ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ എന്ന് പറയുമ്പോൾ പാട്ട് ഇഷ്ടമല്ലാത്ത ആരും കാണൂല. അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും. അത് തന്നെയാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹോം തിയേറ്ററാണ്. ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി സാധനം, വേറെ ലെവല് സാധനമാണ്. നമ്മളെ വീട്ടിലൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ജനലിൻ്റെ കണ്ണാടിയൊക്കെ പൊട്ടിപ്പോൾ അത്രയ്ക്ക് വേറെ ലെവല്. ബാസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കണ്ട് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. കാരണം ബാസ് ആണ് ഇതിൻ്റെ മെയിൻ സാധനം. നല്ലൊരു ബേസ്, നല്ല അടിപൊളി ബേസ് തന്നെയാണ് ഈ ഒരു ഹോം തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സാധനം വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കൂടുതലെന്ന് പറഞ്ഞ സമയങ്ങളതിനെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതാ ഇങ്ങനത്തെ ഒരു വലിയ പെട്ടിയിലാണ് നമ്മുടെ സാധനം എത്തിയിരിക്കുന്നത്. അപ്പം നല്ല സേഫ്ലി പാക്കഡാണ്. എടുത്ത് എറിഞ്ഞാലും പൊട്ടാത്ത ഒരു വിധത്തിലാണ് അവർ നന്നായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാക്കിങ്ങിൽ വേറെ ലെവലാണ്. അപ്പോൾ വലിയൊരു പെട്ടി തന്നെയാണ്, ഏകദേശം 10-13 കിലോ വരും. അപ്പോൾ നമുക്കത് അതിനകത്തൊരു കാർട്ടൂൺ ബോക്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് നോക്കി നോക്കാം. അപ്പോൾ അതിനകത്താണ് നമ്മുടെ ഈ ഒരു മെയിൻ ബോക്സ് വരുന്നത്. നമ്മുടെ സെബ്രോണിക്സിൻ്റെ ഇതിൻ്റെ മോഡൽ നെയിം എന്ന് പറയുന്നത് ബ്രാവോ എന്നാണ്. ബ്രാവോ എന്നാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ ബ്ലൂടൂത്ത്, USB, SD, FM, ഓക്സ് ഇത് ഇത്രയും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ ഫോട്ടോ കാണാം. സബ്വൂഫറും സാറ്റലൈറ്റുമായിട്ട് ഇരിക്കുന്ന ആ ഒരു ഫോട്ടോ കാണാം. ഇത് പിന്നെ ഒരു 2.1 മൾട്ടിമീഡിയ സ്പീക്കേഴ്സാണ് ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ. പിന്നെ LED ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഹോം തിയേറ്ററിലും ഉള്ള പോലത്തെ ഒരു ഫെസിലിറ്റി തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ ആ വോളിയം ബാസ് കൺട്രോൾ സെപ്പറേറ്റ് ട്രബിൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ റിമോട്ടിൽ കാണിച്ചു തരാം. പിന്നെ സ്പെസിഫിക്കേഷൻ വരുന്നതെന്ന് പറയുമ്പോൾ ഇത് സബ്വൂഫർ 65 വാട്ട്സാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ പാക്കേജിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പം സബ്വൂഫർ ഒരെണ്ണം, സാറ്റലൈറ്റ് 2 എണ്ണം, പിന്നെന്താണ് വരുന്നത്, റിമോട്ട് കൺട്രോൾ ഒരെണ്ണം, ഇൻപുട്ട് കേബിൾ ഒരെണ്ണം വരുന്നുണ്ട്, യൂസർ മാനുവലും ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ സബ്വൂഫർ 60 വാട്ട്സാണ് വരുന്നത്. 60 വാട്ട്സ് സബ്വൂഫർ. സാറ്റലൈറ്റ് 20 വാട്ട്സുമാണ് വരുന്നത്. 20 വാട്ട്സിൻ്റെ 2 എണ്ണമാണ് വരുന്നത്. അപ്പോഴത്തേക്കും 100 വാട്ട്സാണ് ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ സബ്വൂഫറിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പം 8 kg ആണ്. ടോട്ടൽ 10 kg വരും ഈ പാക്കേജിന്. പാക്കിങ് കൂടെ ചേർത്ത് ഒരു 13 kg വരും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 6499 രൂപയാണ് MRP അടിച്ചേക്കുന്നത്. ഇത് നമുക്ക് ഏകദേശം ഒരു 5000 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുറക്കുമ്പോൾ തന്നെ 2 സാറ്റലൈറ്റ് സ്പീക്കറാണ് നമുക്ക് മുകളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതാ ഒരു വെള്ളി പേപ്പറിലൊക്കെ പൊതിഞ്ഞാണ് വെച്ചേക്കുന്നത് നമ്മുടെ സാറ്റലൈറ്റ് സ്പീക്കർ. അടിയിലാണ് നമ്മുടെ സബ്വൂഫർ ഇരിക്കുന്നത്. സബ്വൂഫർ നല്ല വെയിറ്റ് ആണ്. അപ്പോഴേ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ കൂടെ വന്ന സാധനങ്ങൾ നോക്കാം. അപ്പോൾ കൂടെ വന്നത് ഇത്രയും സാധനങ്ങളെ വരുന്നുള്ളൂ ഒരു പാക്കറ്റിനകത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്വൂഫർ. നല്ല വെയിറ്റ് ആണ്. ഞാനും അച്ഛനും കൂടെ ചേർന്നാണ് ഇത് പിടിച്ച് പൊക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം വരുന്നതെന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു യൂസർ മാനുവൽ പ്ലസ് വാറണ്ടി കാർഡാണ് വരുന്നത്. പിന്നെ ഇതുപോലെ ഒരു അടിപൊളി റിമോട്ട് വരുന്നുണ്ട്. എല്ലാ ഫുൾ ഫംഗ്ഷനുള്ള റിമോട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ട്രബിളും ബാസും എല്ലാം സെപ്പറേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിമോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ലുക്കുള്ള റിമോട്ട് തന്നെയാണ്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ PC-യിലും മൊബൈലിലും എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന കേബിളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സാറ്റലൈറ്റ് സ്പീക്കർ ഒന്ന് അഴിച്ച് നോക്കി നോക്കാം. അപ്പോൾ അത് അഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബുഷൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു ലെവൽ തന്നെയാണ്. നല്ല അടിപൊളി ഫിനിഷിംഗ് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട് വന്നിരിക്കുന്ന പ്ലാസ്റ്റിക്കും ബാക്കിൽ വുഡുമാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ അതിൻ്റെ ഒരു RCA കണക്ടറും കാണാം, RCA കേബിളും കാണാം. അപ്പോൾ ഫ്രണ്ട് ആ ഗ്രില്ലൊക്കെ ഫുള്ള് പ്ലാസ്റ്റിക്കാണ്, ബാക്കിൽ ഫുൾ വുഡാണ്. ഫ്രണ്ടിൽ ആ ഒരു മോൾഡ് മാത്രമേ പ്ലാസ്റ്റിക്കായിട്ട് വരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ സബ്വൂഫറിൽ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ സബ്വൂഫർ ഒന്ന് എടുത്ത് നോക്കാം. സബ്വൂഫറിൻ്റെ ആ ഒരു പാക്കിങ് നമുക്ക് പൊളിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ സബ്വൂഫർ. ഇത് മാറ്റി കഴിയുമ്പോൾ സബ്വൂഫർ സാറ്റലൈറ്റ് സ്പീക്കറിനെക്കാട്ടി അടിപൊളിയാണ് സബ്വൂഫർ. നല്ല അടിപൊളി നല്ല ലുക്കാണ് വരുന്നത്. 8 ഇഞ്ച് സബ്വൂഫറാണ് ഇതിനകത്ത് വരുന്നത്. വേറെ ലെവലാണ്. 8 ഇഞ്ച് സബ്വൂഫറിൻ്റെ ഇടി എന്ന് പറയുമ്പോൾ വേറൊരു ലെവൽ ഇടി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് പെർഫോം ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഇടി തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം കൺട്രോൾസും മോഡ് ബട്ടൺസും ബാക്കി എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ടിലൊരു യെല്ലോ റിങ് വരുന്നുണ്ട്. ഫ്രണ്ട് പ്ലാസ്റ്റിക്കാണ്, ബാക്ക് വുഡും ആണ്. പിന്നെ ഒരു ബാസ് റിഫ്ലക്ടർ വരുന്നുണ്ട്, ഒരു ബാസ് ഹോള് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ കൺട്രോൾ പാനലാണ് വരുന്നത്. അതായത് വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതും ബാക്കി കാര്യങ്ങൾക്ക് ഉള്ളതാണ്. സൈഡിൽ ഒരു 8 ഇഞ്ച് സബ്വൂഫർ വരുന്നുണ്ട്. ഫുള്ള് ക്ലോത്ത് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ഫിനിഷിങ് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മയും ഞാൻ പറഞ്ഞുതരാം.
സൈഡിലാണ് നമ്മുടെ ഈ ഒരു SD കാർഡിൻ്റെ പോർട്ട് USB പോർട്ടും വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിൽ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും കാണാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് റൈറ്റുമാണ് വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിൽ കാണാൻ പറ്റുന്നതിന് FM ആൻറ്റിനയാണ് ഈ ചുറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ FM പ്ലേ ചെയ്യണമെങ്കിൽ അതൊന്ന് നൂത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ടും ഇൻപുട്ടും കാണാൻ പറ്റും. നമുക്ക് ഇൻപുട്ടിൽ നിന്ന് നമ്മുടെ ടി വിയിൽ നിന്ന് എടുത്ത് നമുക്ക് ഈ ഒരു ഹോം തിയേറ്ററിലോട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഒരു പവർ ബട്ടൺ കാണാം, ഒരു ചെറിയൊരു സ്വിച്ച് കാണാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ആ ഒരു ഔട്ട്പുട്ടിലോട്ട് എടുത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതാ ഇവിടെ നമുക്ക് കാണാം ഒരു നോബിലും ലൈറ്റ് കത്തുന്നുണ്ട്, നമ്മുടെ ഡിസ്പ്ലേയിൽ ലൈറ്റ് കത്തുന്നുണ്ട്. നല്ലൊരു ഭംഗി തന്നെ കാണാൻ. ഡിസ്പ്ലേയുടെ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ബ്ലൂ കളർ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ് അത് കത്തുന്നത് കാണാൻ. ഇപ്പോൾ നമുക്കിവിടെ റിമോട്ടിൽ ട്രബിൾ ഫംഗ്ഷനും ബാസ് ഫംഗ്ഷനും സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്. പിന്നെ അതായത് ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം AUH മോഡാണ് വന്ന് കിടക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് മോഡ് നമ്മുടെ കൺട്രോൾ പാനലിൽ തന്നെ മാറ്റാൻ പറ്റും, പിന്നെ റിമോട്ടിൽ മാറ്റാൻ പറ്റും. നമുക്ക് ബ്ലൂടൂത്തുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നെയിം എന്ന് പറയുന്ന ബ്ലൂടൂത്തിൽ അവൈലബിൾ ആണ്, സെബ്രാവോ എന്നും പറഞ്ഞാണ് വന്ന് കിടക്കുന്നത്. എനിക്കിതിൽ ഒരു പോരായ്മയായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇതാണ്ട് ഇത് നമ്മുടെ ആ ഒരു ബാസ് ഹോളിനകത്ത് അവരൊരു നെറ്റ് ഒരു കവറിങ്ങും ഇല്ല. കാരണം നമ്മുടെ ഈ ഒരു ചെറിയ പ്രാണികളൊക്കെ അതിനകത്ത് കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് മാത്രമാണ് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത്. പിന്നെ അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ വേറെ ലെവൽ തന്നെയാണ്, അടിപൊളി തന്നെയാണ്. അതിൻ്റെ പെർഫോമൻസ് നിങ്ങൾ കേട്ടാണ്, ഇതിനകത്ത് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലൊരു ബാസ്സാണ്, നല്ലൊരു ബേസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും വാങ്ങാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ കയ്യിലെടുത്ത് കാണിക്കുക, ഈ ഒരു സാറ്റലൈറ്റ് സ്പീക്കർ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയും ഒരു പൊക്കവും മണ്ണും ഉണ്ട് അതിന്. ഇന്നത്തെ ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹോം തിയേറ്റർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ബാസ് മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര കിട്ടില്ല, വേറെ ലെവൽ ബാസ്സാണ്. അപ്പോൾ നിങ്ങൾക്കത് നേരിട്ട് കേട്ടാലേ ആ ഒരു ഫീല് കിട്ടുള്ളൂ. ഇതിൽ കൂടെ കേട്ടപ്പോൾ എത്രത്തോളം ഫീല് കിട്ടിയെന്ന് എനിക്കറിയില്ല, പക്ഷേ വേറെ ലെവൽ സാധനമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യേണ്ട സാധനമാണ്. വേറെ ലെവൽ സാധനമാണ്. 1 ഇയർ വാറണ്ടിയൊക്കെ ഉള്ള അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇത് ഈ 2020 തന്നെ മാനുഫാക്ചർ ചെയ്ത സാധനമാണ്. കഴിഞ്ഞ വർഷം തൊട്ടേ ഞാൻ നോക്കിയിട്ട സാധനമാണ്. അപ്പോൾ അപ്പോഴൊന്നും ഇത് സ്റ്റോക്ക് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് സ്റ്റോക്ക് വന്നത്. അപ്പോൾ ഇത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ആമസോണിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുത്. അപ്പോൾ പിന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടെ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.